നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. കമ്പനി LGS പരീക്ഷ ഇങ്ങ് അടുത്തെത്തിക്കഴിഞ്ഞു. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും മികച്ച രീതിയിൽ റിവിഷൻ നടത്താൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്ത 100 മോസ്റ്റ് എക്സ്പെക്റ്റഡ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ 100 ചോദ്യങ്ങളും നിങ്ങൾക്ക് മനഃപാഠമാണോ എന്ന് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നേരെ വീഡിയോയിലേക്ക് പോകാം, സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചത്. പൂർണ്ണ സ്വരാജ്യമാണ് ഇന്ത്യൻ ജനതയുടെ അന്തിമമായ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനം. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു ലാഹോർ കോൺഗ്രസ് സെഷന്റെ അധ്യക്ഷൻ. ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമായി പ്രഖ്യാപിച്ചത് എന്ന് PSC എപ്പോഴും സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദിക്കാറുണ്ട്. 1930 ജനുവരി മാസം 26. ഈ ജനുവരി 26 അന്ന് പ്രഖ്യാപിച്ച ഈ ജനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നത്. അപ്പോ ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ ദിനമായി പ്രഖ്യാപിച്ച ഡേറ്റ് എന്നാണെന്ന് ചോദിച്ചാൽ 1930 ജനുവരി 26. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയപ്പോൾ ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിന്റെ സ്മരണാർത്ഥം ഒരു ഫ്ലാഗ് ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ആ ഫ്ലാഗ് ഉയർത്തിയ ഡേറ്റ് എന്നാന്ന് ചോദിച്ചാൽ 1929 ഡിസംബർ മാസം 31. 1929 ഡിസംബർ മാസം 31 ഈ ഒരു ഫ്ലാഗ് ഉയർത്തിയത് എന്നുകൂടി ഓർക്കുക. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കപ്പെടുകയും ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തപ്പെടുകയും ചെയ്ത ആദ്യ കോൺഗ്രസ് സെഷൻ ഏതാണ്? ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ്. ലാഹോർ കോൺഗ്രസ് സമ്മേളനം. അപ്പൊ ഈ ഒരു ഡേറ്റ് ഇല്ല, 1930 ജനുവരി 26. ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി 26 ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി കുറച്ച് എക്സ്ട്രാ ഫാക്ട്സ് നോക്കാം. INCയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദി തെരഞ്ഞെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏതാണ്? കാൺപൂർ കോൺഗ്രസ് സമ്മേളനം. വർഷം ഒന്ന് കമന്റ് ചെയ്യാമോ? കാൺപൂർ കോൺഗ്രസ് സെഷൻ നടന്ന വർഷം. വേറൊരു ക്ലൂവും കൂടെ തരാം. ഈ സെഷന്റെ അധ്യക്ഷ സരോജിനി നായിഡു ആയിരുന്നു. INCയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദി തെരഞ്ഞെടുത്ത കോൺഗ്രസ് സമ്മേളനം കാൺപൂർ കോൺഗ്രസ് സമ്മേളനമാണ്. ഇത് നടന്ന വർഷം ഏത് എന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഒരു ക്ലൂ തരാം. ഈ ഒരു കോൺഗ്രസ് സെഷന്റെ അധ്യക്ഷ ആരായിരുന്നു? സരോജിനി നായിഡു. ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ സൂററ്റ് പിളർപ്പാണ്. സൂററ്റ് പിളർപ്പ് നടന്ന വർഷം, മിതവാദികളും തീവ്രവാദികളും രണ്ടായി പിരിഞ്ഞ വർഷം, അല്ലെങ്കിൽ കോൺഗ്രസ് രണ്ടായി പിരിഞ്ഞ വർഷം 1907. ഈ സമയത്ത് ഈ സൂററ്റ് സ്പ്ലിറ്റ് നടന്ന സമയത്ത് സൂററ്റ് കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു. സോഷ്യലിസം കോൺഗ്രസിന്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ച INC സമ്മേളനം ഏതാണ്? 1955 ആവടി സമ്മേളനം. 1955 ആവടി സമ്മേളനത്തിലാണ് സോഷ്യലിസം കോൺഗ്രസിന്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ചത്. പൂർണ്ണ സ്വരാജ് ലക്ഷ്യമായത് ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണെങ്കിൽ സോഷ്യലിസം കോൺഗ്രസിന്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ചത് ഏതാണ്? ആവടി സമ്മേളനമാണ്. ഇനി നമുക്ക് വട്ടമേശ സമ്മേളനങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്താലോ? മഹാത്മാഗാന്ധിയുടെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ അന്തിമ ലക്ഷ്യവും ഏത് തന്നെയായിരുന്നു? പൂർണ്ണ സ്വരാജ് ആയിരുന്നു. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയെ ഒരു സംയുക്ത രാഷ്ട്രമാക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര്? തേജ് ബഹാദൂർ സപ്രു.
എത്ര വട്ടമേശ സമ്മേളനങ്ങളാണ് ആകെ നടന്നത്? റൗണ്ട് ടേബിൾ കോൺഫറൻസ് 3 വട്ടമേശ സമ്മേളനങ്ങളാണ് ആകെ നടന്നിട്ടുള്ളത്. വർഷങ്ങൾ ഏതൊക്കെ? 30, 31, 32. 1930, 1931, 1932 എന്നീ വർഷങ്ങളിലായിട്ടാണ് 3 വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത്. 1930 ഒന്നാം വട്ടമേശ സമ്മേളനത്തെ കുറിച്ച് പറഞ്ഞാൽ, ഈ വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഇർവിൻ പ്രഭു ആയിരുന്നു. ആരായിരുന്നു? പെട്ടെന്ന് പറയൂ. ഇർവിൻ പ്രഭു. ഒന്നാം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആര്? ജോർജ് അഞ്ചാമനാണ്. ജോർജ് അഞ്ചാമൻ. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ റാംസെ മക്ഡൊണാൾഡ്. ആരായിരുന്നു? റാംസെ മക്ഡൊണാൾഡ്. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അധസ്ഥിതരെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വ്യക്തി ആര്? ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കർ. അപ്പൊ മുഹമ്മദ് അലി ജിന്ന, ഡോക്ടർ ബി ആർ അംബേദ്കർ, തേജ് ബഹാദൂർ സപ്രു, ആഖാ ഖാൻ എന്നീ പ്രമുഖർ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കാൻ ഇടയായ സാഹചര്യം എന്താണ്? സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റിയും ഭരണഘടനാ പരിഷ്കാരങ്ങളെ പറ്റിയും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷ് പാർലമെന്റ് വട്ടമേശ സമ്മേളനം, ആദ്യത്തെ വട്ടമേശ സമ്മേളനം 1930 വിളിച്ചുകൂട്ടിയത്. രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം പറയൂ. 1931. ആ സമയത്തെ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? വെല്ലിംഗ്ടൺ പ്രഭു. ഒന്നാമത്തെ വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഇർവിൻ പ്രഭു. ഇർവിൻ പ്രഭു. ഇർവിൻ പ്രഭു. രണ്ടാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? വെല്ലിംഗ്ടൺ പ്രഭു. ആരാണ്? വെല്ലിംഗ്ടൺ പ്രഭു. വെല്ലിംഗ്ടൺ പ്രഭു. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏതാണ്? രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏതാണ്? രണ്ടാം വട്ടമേശ സമ്മേളനം. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അധസ്ഥിതരെ പ്രതിനിധീകരിച്ച പങ്കെടുത്ത വ്യക്തി ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇദ്ദേഹം തന്നെയാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിലും അധസ്ഥിത വിഭാഗത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് എന്നോർക്കുമല്ലോ. ഇനി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചത് എത്തിയതാര്? PSC 1 മാർക്ക് ചോദ്യം. ഗാന്ധിജിയാണ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചെത്തിയത്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ വനിതകളെ പ്രതിനിധീകരിച്ചെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ സരോജിനി നായിഡു ആണ്. സരോജിനി നായിഡു. ഹിന്ദു മഹാസഭയെ പ്രതിനിധീകരിച്ചെത്തിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ മദൻ മോഹൻ മാളവ്യ. മദൻ മോഹൻ മാളവ്യ. ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം കിട്ടിയോ? എല്ലാം കിട്ടിയോ? കിട്ടിയെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യൂ. ഇന്നത്തെ നിങ്ങളോടുള്ള ചോദ്യം എന്തായിരുന്നു? കാൺപൂർ കോൺഗ്രസ് സെഷൻ നടന്ന വർഷം ഏതാണ്? അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LDC 2027 ബാച്ച് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. LDC പരീക്ഷ കഴിയുന്നത് വരെ കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. അപ്പൊ ഏകദേശം ഒരു 2 വർഷക്കാലത്തോളം നിങ്ങൾക്ക് കോഴ്സിന്റെ വാലിഡിറ്റി കിട്ടുന്നതായിരിക്കും. ഇതിന്റെ ഇടയ്ക്ക് വരുന്ന പരീക്ഷകളൊക്കെ ക്രാക്ക് ചെയ്യാൻ ഈ ഒറ്റ കോഴ്സ് തന്നെ മതി. വളരെ ഡീറ്റെയിൽ ആയിട്ട് പയ്യെ പയ്യെ പഠിച്ചു പോകുന്ന ഒരു കോഴ്സ് ആയിരിക്കും. അപ്പോ വീട്ടമ്മയാണോ, ജോലിക്ക് പോകുന്ന ആളാണോ, ബിഗിനർ ആണോ, സ്റ്റുഡന്റ് ആണോ, നിങ്ങൾക്ക് പറ്റിയ സമയം ഇപ്പോഴാണ്. ചിട്ടയായ പഠനത്തിലൂടെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ദിവസം ഒരു 3-4 മണിക്കൂർ നിങ്ങളെ കൊണ്ട് മാറ്റിവെക്കാൻ സാധിച്ചാൽ LDC 2027 നിങ്ങൾക്കുള്ളതാണെന്ന് ഇപ്പോഴേ ഉറപ്പിച്ചോളാം. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനിരിക്കുന്നവർ റാങ്ക് ലിസ്റ്റിൽ അവസാനത്തെ ഇടം ഇപ്പോഴേ ഉറപ്പിച്ചിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. നിങ്ങൾ അതിലൊരാളാവരുത്. 100-ൽ ഒരാളാവണോ, റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ വരണോ, ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. ഏർലി ബേർഡ് ആകുക. ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. ഞാൻ LDC ജോലി വാങ്ങിയ ആളാണ്, സർക്കാർ ജോലി വാങ്ങിയ ആളാണ്. നിങ്ങളെയും ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങളുടെ വിജയം എന്റെ കൂടെ സ്വപ്നമായിട്ട് കണ്ടുകൊണ്ട് ഇപ്പോഴേ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴേ കയറി ജോയിൻ ചെയ്തോളാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സും ഒന്ന് ചെക്ക് ചെയ്തോളാം. ഡീറ്റെയിൽസ് അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ വട്ടമേശ സമ്മേളനത്തിലേക്ക് തിരിച്ചു വന്നാൽ രണ്ടാം വട്ടമേശ സമ്മേളനം അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്നൊരാൾ വിശേഷിപ്പിച്ചു. ആരാണത്? പറയൂ. വിൻസ്റ്റൺ ചർച്ചിൽ. വിൻസ്റ്റൺ ചർച്ചിലാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഹാഫ് നേക്കഡ് ഫക്കീർ എന്ന് വിളിച്ചത്. ഓക്കെ, ഇനി മൂന്നാം വട്ടമേശ സമ്മേളനത്തിലേക്ക് വന്നാൽ നടന്ന വർഷം 1932. ഇതിൽ INC പങ്കെടുത്തോ? ഇല്ല. INC മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തികൾ ആരൊക്കെ? ഡോക്ടർ BR അംബേദ്കർ,
തേജ് ബഹാദൂർ സപ്രു. അപ്പൊ ഈ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. ഓക്കെ, ഇനി 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയായിട്ട് നമ്മൾ ഡോക്ടർ ബി ആർ അംബേദ്കറിനെ പറയുമ്പോൾ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഒരേ ഒരു വനിത ആരാണ്? ബീഗം ജഹനാര ഷാനവാസ് ആണ് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഒരു വനിത. അപ്പോ ഈ ഒരൊറ്റ ചോദ്യത്തിൽ നിന്നും 25 കൂടുതൽ ഫാക്ട്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്തയിലേക്ക് പോകാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം. ഏതാണ്? നിസ്സഹകരണ സമരമാണ്. അപ്പൊ നിസ്സഹകരണ സമരം നോക്കിയാൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ വാർഷിക കോൺഗ്രസ് സമ്മേളനം ഏത്? നാഗ്പൂർ സമ്മേളനം. വർഷം 1920. നിസ്സഹകരണ സമരത്തിന്റെ കാലഘട്ടം ചോദിച്ചാൽ 1920 മുതൽ 22 വരെയാണ് നിസ്സഹകരണ പ്രസ്ഥാനം അല്ലെങ്കിൽ നിസ്സഹകരണ സമരം നടന്നത്. എന്തുകൊണ്ട് ഇത് പിരിച്ചുവിട്ടു? 1922 നടന്ന ചൗരി ചൗര ഇൻസിഡന്റ് കൊണ്ട്. ഉത്തർപ്രദേശിലെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് അത് അഗ്നിക്കിരയാക്കി 22 പോലീസുകാർ കൊല്ലപ്പെടാൻ ഇടയായ സംഭവമാണ് ചൗരി ചൗര സംഭവം. ഈ ചൗരി ചൗര സംഭവം ഗാന്ധിജിയെ വളരെയധികം വേദനിപ്പിക്കുകയും അദ്ദേഹം നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിനെ തന്നെ ഒരു ഹിമാലയൻ ബ്ലണ്ടർ എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. കാരണം എന്താണ്? ഗാന്ധിജിയുടെ സമരരീതി ഹിംസാത്മകമായ സമരരീതി ആയിരുന്നില്ല, അഹിംസയിലൂന്നിയ സമരരീതി ആയിരുന്നു. പക്ഷെ ഹിംസയിലേക്ക് പോയപ്പോൾ ഗാന്ധിജിയെ അത് വളരെയധികം വേദനിപ്പിച്ചു. അദ്ദേഹം ഒരു ഹിമാലയൻ ബ്ലണ്ടർ എന്നാണ് നിസ്സഹകരണ സമരത്തിനെ തന്നെ അല്ലെങ്കിൽ അദ്ദേഹം തുടക്കമിട്ട നിസ്സഹകരണ പ്രസ്ഥാനത്തിനെ തന്നെ വിശേഷിപ്പിച്ചത്. ഇപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരൂ. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ വാർഷിക കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനം. ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ സി വിജയരാഘവാചാര്യർ. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പരാജയത്തിനു ശേഷം ഗാന്ധിജി വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്ന കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം. അതൊരു റെയർ ചോദ്യമല്ലേ? നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പരാജയത്തിനു ശേഷം ഗാന്ധിജി വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്ന കോൺഗ്രസ് സമ്മേളനം നടന്നത് 1928 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. ഇതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? മോത്തിലാൽ നെഹ്റു. 29 ജവഹർലാൽ നെഹ്റു ആണെങ്കിൽ 28 അദ്ദേഹത്തിന്റെ പിതാവായ മോത്തിലാൽ നെഹ്റു ആണ് കൊൽക്കത്ത കോൺഗ്രസ് സെഷൻ 1928 നേതൃത്വം വഹിച്ചത്. ഓക്കെ, അപ്പൊ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരം ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സഹകരണ സമരമാണ്. ഇനി ഗാന്ധിജി നിസ്സഹകരണ സമരത്തിന് മുന്നോടിയായി വൈസ്രോയ്ക്ക് എഴുതിയ കത്തിൽ ഒരു വാചകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രശസ്തമായ ഒരു വാചകമാണ്. ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞതാരാണ്? ഗാന്ധിജിയാണ്. നിസ്സഹകരണ സമരത്തിന് മുന്നോടിയായി ഗാന്ധിജി വൈസ്രോയ്ക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന വാചകമാണിത്. ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട്. നിസ്സഹകരണ സമരത്തിന്റെ ഫലമായി രൂപം കൊണ്ട ദേശീയ വിദ്യാലയങ്ങൾ ഏതെല്ലാം? SCRTയിലുള്ള ഫാക്ട് ആണ്. കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ ഇസ്ലാമിയ മുതലായവ. നിസ്സഹകരണ സമരത്തിന്റെ ഫലമായി രൂപം കൊണ്ട ദേശീയ വിദ്യാലയങ്ങൾ ഏതെല്ലാമാണ്? കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ ഇസ്ലാമിയ മുതലായവയാണ്. നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായി നടന്ന ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ ഏതെല്ലാം? ബഹിഷ്കരിക്കുക, തിരസ്കരിക്കുക അല്ലെങ്കിൽ ബോയ്ക്കോട്ട് ചെയ്യുക. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടന്നത്? 1. എന്തൊക്കെയാണ് ബഹിഷ്കരിക്കാൻ ഇവർ തീരുമാനിച്ചത്? തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. 2. ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകാൻ തീരുമാനിച്ചു. 3. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. 4. വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. നികുതി നൽകാതിരിക്കാൻ തീരുമാനിച്ചു. നൽകാതിരിക്കാൻ തീരുമാനിച്ചു. കോടതികളിൽ വക്കീലന്മാർ പോകാതെ കോടതികൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. ഈ വിധമുള്ള ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടന്നിട്ടുണ്ടായിരുന്നു. ഓർക്കുക. ഇനി ചൗരി ചൗര സംഭവം പറയാം. 1922 ഫെബ്രുവരി മാസം 5 ചൗരി ചൗര സംഭവം നടന്നത്. പോലീസ് സ്റ്റേഷൻ തീയിടുകയും ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിലെ പോലീസ് സ്റ്റേഷൻ തീയിടുകയും 22 പോലീസുകാർ വെന്ത് മരിക്കുകയും ചെയ്ത സംഭവമാണ് ചൗരി ചൗര സംഭവം. ഉത്തർപ്രദേശിലെ ഖൊരഗ്പൂർ ജില്ലയിലാണ്
ഈ ഒരു ചൗരി ചൗര ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്? ഈ ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തത് എന്ന് 1922 മാർച്ച് മാസം 10-നാണ്. ഏത് സംഭവത്തെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച ഗാന്ധിജിയുടെ നടപടിയെയാണ് ഒരു ദേശീയ ദുരന്തം എന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത്. ഓർക്കുക, സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത്. ഇനി ഓപ്ഷൻ എ എടുത്താലോ? സിവിൽ നിയമലംഘനം. സിവിൽ നിയമലംഘന പ്രസ്ഥാനം വർഷം പറയൂ. 1930. 1929 ചേർന്ന ലാഹോർ കോൺഗ്രസ് സെഷനിലാണ് ഇങ്ങനെ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത്. അപ്പൊ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണമായ കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണെന്ന് മനസ്സിലാക്കുക. സിവിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിക്കാൻ കാരണമായ സംഭവം ഏതാണ്? 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടി. ഈ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുടെ മറ്റൊരു പേരെന്താണ്? ഡൽഹി ഉടമ്പടി. ഡൽഹി ഉടമ്പടി. ഓക്കെ. ഇനി ഗാന്ധിജിയും അനുയായികളും ചേർന്ന് ദണ്ഡി കടപ്പുറത്ത് ഉപ്പ് നിയമം ലംഘിക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി അവർ ദണ്ഡി മാർച്ച് സംഘടിപ്പിച്ചു. 1930 മാർച്ച് മാസം 12-നാണ് ദണ്ഡി യാത്ര ആരംഭിച്ചത്. 1930 ഏപ്രിൽ 5-ന് ഗാന്ധിജിയും ഗാന്ധിജിയുടെ കൂടെയുണ്ടായിരുന്ന 78 അനുയായികൾക്കൊപ്പമാണ് ഗാന്ധിജി ഗുജറാത്തിലെ സബർമതിയിൽ നിന്നും ദണ്ഡിയിൽ എത്തിച്ചേർന്നത്. 1930 ഏപ്രിൽ 5-ന് എത്തിച്ചേർന്നു. പിറ്റേ ദിവസം 1930 ഏപ്രിൽ 6-ന് ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് ഗാന്ധിജി ദണ്ഡി യാത്രയുടെ വേളയിൽ ഇദ്ദേഹം പറഞ്ഞ ഒരു വാചകമാണ്: ഒന്നുകിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ച് ഞാൻ മടങ്ങും, അല്ലെങ്കിൽ എന്റെ മൃതശരീരം അറബിക്കടലിൽ ഒഴുകുന്നത് കാണാം എന്ന്. ദണ്ഡി യാത്രയ്ക്ക് പോകുന്നതിന് മുന്നേ ആരാണ് ഇപ്രകാരം പറഞ്ഞത്? ഗാന്ധിജിയാണ് ഇപ്രകാരം പറഞ്ഞത്. ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ ഒരു വാക്കായി മാറി, ശക്തിയുടെ വാക്ക്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ഇപ്രകാരം പറഞ്ഞത്. ഗാന്ധിജിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച ഒരുപാട് വ്യക്തികൾ ഉണ്ടായിരുന്നു. കുറച്ച് വ്യക്തികളെ പറയാം. തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? സി രാജഗോപാലാചാരി. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തെ നയിച്ചത് ആര്? പി കൃഷ്ണപിള്ളയും. അതുപോലെ കൂടെ ഉണ്ടായിരുന്ന ആരായിരുന്നു? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അതുപോലെ പി കൃഷ്ണപിള്ള എന്നിവരാണ് കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തെ നയിച്ചത്. പയ്യന്നൂര് കെ കേളപ്പൻ. വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാര്യാണ്. അദ്ദേഹമാണ് തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ധരാസനയിൽ നേതൃത്വം നൽകിയത് ആരാണ്? ധരാസനയിൽ നേതൃത്വം നൽകിയത് സരോജിനി നായിഡു ആണ്. സരോജിനി നായിഡു. കേരളത്തിൽ അല്ലെങ്കിൽ പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പനാണ്. കെ കേളപ്പൻ. ഒറീസയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഗോപബന്ധു ചൗധരിയാണ്. അപ്പൊ നമ്മുടെ ചോദ്യം ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം എന്നായിരുന്നില്ലേ? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള അവസാനത്തെ ബഹുജന മുന്നേറ്റം ഏതായിരുന്നു? ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭമാണ്. നടന്ന വർഷം 1942. അടുത്ത ചോദ്യം നോക്കാം. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് നേതൃത്വം നൽകിയത്. രൂപീകരിച്ച വർഷം 1939 ഇദ്ദേഹം 1939 കോൺഗ്രസിൽ നിന്നും രാജിവെച്ച ശേഷമാണ് ഈ ഒരു ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി രൂപീകരിച്ചത് എന്ന് ഓർക്കുക. സുഭാഷ് ചന്ദ്രബോസ് ജർമ്മൻ സഹായത്തോടെ ഒരു സൈനിക വിഭാഗം രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരാണ് ഫ്രീ ഇന്ത്യൻ ലീജിയൻ. അടുത്ത് നോക്കാം. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യൻ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്, പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തിയാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അപ്പൊ ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ വിദേശി ആര്? സിംപ്ലി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. ഇദ്ദേഹമാണ് സെർവൻസ് ഓഫ് ഗോഡ് അഥവാ ഖുദായ് ഖിദ്മത് ഖാർ പ്രസ്ഥാനം ആരംഭിച്ചത്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഖുദായ് ഖിദ്മത് ഖാർ എന്ന പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏതാ? 1929. ഇദ്ദേഹം ആരംഭിച്ച ഒരു മാസികയുണ്ടല്ലോ, എന്താ അതിന്റെ പേര്? പഖ്തൂൺ എന്ന മാസിക ആരംഭിച്ച വ്യക്തി ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. അടുത്ത ചോദ്യം.
ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ബാലഗംഗാധര തിലക്. ഇദ്ദേഹം തീവ്രവാദി വിഭാഗത്തിന്റെ നേതാവായിരുന്നു. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലകിനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് വാലന്റൈൻ ഷിറോൾ ആണ്. വാലന്റൈൻ ഷിറോൾ. കോൺഗ്രസും മുസ്ലിം ലീഗും സ്വാതന്ത്ര്യ സമരത്തിൽ ഒന്നിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ച ലക്നൗ ഉടമ്പടി ഒപ്പുവെച്ച വ്യക്തികളാണ് ബാലഗംഗാധര തിലകും മുഹമ്മദ് അലി ജിന്നയും. ബാലഗംഗാധര തിലകും മുഹമ്മദ് അലി ജിന്നയും. മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലക്. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകരിൽ ഒരാളാണ് ബാലഗംഗാധര തിലക്. അത് PSC എപ്പോഴും ചോദിക്കാറുണ്ട്. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകർ ആരെല്ലാം? ബാലഗംഗാധര തിലക്, MB ജോഷി, GG അഗാർക്കർ, ചിപ്ലുങ്കർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത് എന്ന് ഓർക്കുക. തീവ്ര ദേശീയതയുടെ മുഖ്യ വക്താവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബാലഗംഗാധര തിലകാണ്. ലോകമാന്യ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ബാലഗംഗാധര തിലക്. അപ്പോ ബാലഗംഗാധര തിലക് തീവ്ര ദേശീയവാദിയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മിതവാദ രാഷ്ട്രീയത്തിലെ പ്രധാന നേതാക്കൾ ആരൊക്കെയായിരുന്നു? ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി, ദാദാഭായ് നവറോജി ഇവരൊക്കെയായിരുന്നു മിതവാദ രാഷ്ട്രീയത്തിലെ പ്രധാന നേതാക്കൾ. മിതവാദ രാഷ്ട്രീയത്തിലെ പ്രധാന നേതാക്കൾ എന്നോർക്കുക. മിതവാദ ദേശീയതയുടെ കാലഘട്ടം 1885 മുതൽ 1905 വരെയാണ്. അടുത്ത ചോദ്യം. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി. 44ാം ഭരണഘടനാ ഭേദഗതി വർഷം 1978. 44ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി ആയിരുന്നു. രാഷ്ട്രപതി ആരായിരുന്നു ആ സമയത്ത്? നീലം സഞ്ജീവ റെഡ്ഡിയാണ്. നീലം സഞ്ജീവ റെഡ്ഡി. വസ്തു അവകാശം അല്ലെങ്കിൽ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുകയും ആർട്ടിക്കിൾ 300A പ്രകാരം നിയമപരമായി അവകാശമാക്കുകയും ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് 44ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യയുടെയോ അതിന്റെ പ്രദേശത്തിന്റെ ഏതെങ്കിലും ഭാഗത്തിന്റെയോ സുരക്ഷ യുദ്ധമല്ലെങ്കിൽ ബാഹ്യ ആക്രമണം അല്ലെങ്കിൽ സായുധ കലാപം എന്നിവയാൽ ഭീഷണിപ്പെടുത്തുമ്പോൾ മാത്രമേ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ ഭരണഘടനാ ഭേദഗതിയും ഏത് തന്നെയാണ്? 44ാം ഭരണഘടനാ ഭേദഗതിയാണ്. ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത് അനുച്ഛേദം 20, 21 എന്നിവ റദ്ദാക്കാൻ കഴിയില്ല എന്ന വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാ? 44ാം ഭരണഘടനാ ഭേദഗതിയാണ്. ലോക്സഭ, സംസ്ഥാന നിയമസഭ അംഗങ്ങളുടെ കാലാവധി 5 വർഷമായി പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി 44ാം ഭരണഘടനാ ഭേദഗതി. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഒറ്റ ക്ലാസ്സിൽ തന്നെ 100-ലധികം ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ക്ലാസിന്റെ അഭിപ്രായം താഴെ നിന്ന് കമന്റ് ചെയ്യുമല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LDC 2027 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാം. ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. ഒരുപാട് ആൾക്കാരെ ഒന്നും എടുക്കത്തില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഒരു ഫിക്സഡ് നമ്പർ ഓഫ് പിള്ളേരെ മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പൊ താല്പര്യമുള്ളവർക്ക്, ജോലി വേണമെന്ന ആഗ്രഹമുള്ളവർ എത്രയും വേഗം തന്നെ കയറി നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക, ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. റിവിഷൻ ആരംഭിച്ച നിങ്ങളുടെ സുഹൃത്തുണ്ടോ? സുഹൃത്തിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കത്തില്ലല്ലോ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്